ഇത് ഉച്ച സമയമാണ്. ഹോട്ടലിൽ കസ്റ്റമേഴ്സ് ഇരിക്കുകയായിരുന്നു. മോഹൻ വളരെ ദേഷ്യക്കാരനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം എപ്പോഴും കസ്റ്റമേഴ്സിനോട് വഴക്കിട്ടുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിന്റെ ഭാര്യ ചംകി കൗണ്ടറിൽ നിൽക്കുകയായിരുന്നു. പിന്നെ ജോലിക്കാരൻ ലലൻ കസ്റ്റമറിന് ആഹാരം നൽകുകയായിരുന്നു. ചേട്ടാ മോഹൻ ചേട്ടാ, പരിപ്പിൽ ഉപ്പ് കുറവായിട്ടുണ്ട്. എടാ, ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വന്നതോ കുറെ പറയാനാ? നിന്റെ തെളിവ് ഇങ്ങനെ കാണിക്കല്ലേ? ചേട്ടാ, കാശ് കൊടുത്താണ് ഭക്ഷണം കഴിക്കുന്നത്, കുറച്ച് നന്നായിട്ട് ചെയ്യ്. ഇത് നിന്റെ അച്ഛന്റെ ഹോട്ടലാണോ? നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ കഴിക്കരുത്. കസ്റ്റമേഴ്സ് പിറുപിറുക്കാൻ തുടങ്ങി. ചിലർ കഴിക്കുന്നത് വിട്ടിട്ട് പുറത്തേക്ക് പോയി. വരുന്നവരെയൊക്കെ ഇങ്ങനെ വിരട്ടിക്കൊണ്ടിരുന്നാൽ പിന്നെ എങ്ങനെ ഹോട്ടൽ നടത്താനാണ്? നീ ഒന്നും മിണ്ടാതിരിക്കെ. ബിസിനസ് എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയാം. സമയം വൈകുന്നേരമായി. തലവൻ ബോല പ്രസാദ് വീട്ടിന്റെ വാതിൽക്കൽ നിൽക്കുകയായിരുന്നു. അംബാദേവി, അതായത് മോഹന്റെ മുത്തശ്ശി, കതകിനടുത്ത് നിൽക്കുകയായിരുന്നു. അംബാദേവി, മോഹന്റെ ദാബയിൽ ദിവസം പ്രശ്നമാണ് നടക്കുന്നത്. ഇന്ന് അവൻ എന്നെയും വഴക്കു പറഞ്ഞു. എനിക്കറിയാം, പക്ഷെ ഞാൻ പറയുന്നത് അവൻ കേൾക്കുന്നില്ലല്ലോ. ഞാൻ അവന് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കാം. മോഹൻ അകത്തു നിന്ന് കേൾക്കുകയായിരുന്നു. എന്നിട്ട് പുറത്തേക്ക് വന്നു. മുതലാളി, നിങ്ങൾക്ക് വേറെ ഏതും പണിയില്ലേ? എപ്പോഴും എന്നെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മോനെ, ഇതിന് നിന്റെ നല്ലത് വേണ്ടിയാണ് പറയുന്നത്. ഒരു പക്ഷേ ഇങ്ങനെ തന്നെ നടന്നാൽ പിന്നെ നിന്റെ ഡാബായും അടച്ചു പോവും, പിന്നെ നിന്റെ മര്യാദയും പോവും. മര്യാദനെ പറ്റി എനിക്കൊന്നും പ്രശ്നമല്ല. വിശപ്പ് മാറ്റാനായിട്ട് ഡാബ നടത്തുന്നത്. നിങ്ങൾ പോവാം. തലവൻ വളരെ ദേഷ്യത്തോടെ അവിടെ നിന്നും പോയി. അംബാദേവി മോഹനെ നോക്കിയിട്ട് എന്തു പറഞ്ഞെന്നാൽ, തേ നോക്കു മോനെ, ഇങ്ങനെ വഴക്കിട്ടാൽ എങ്ങനെ കാശുണ്ടാക്കാനാകും? മുത്തശ്ശി, നിങ്ങളും തന്നെ അതേ കാര്യങ്ങൾ പറയരുത്. ഞാൻ എങ്ങനെ ഉള്ളതോ അങ്ങനെ തന്നെ ഉണ്ടാവും. രാത്രി സമയത്ത് മോഹനും ചംകിയും രണ്ടുപേരും സംസാരിക്കുകയായിരുന്നു. ദേ നോക്കൂ, ദിവസം മുഴുവൻ നിങ്ങൾ ഹോട്ടലിൽ വഴക്കുണ്ടാക്കുകയാണ്. പക്ഷെ യഥാർത്ഥ ഖജാന ഈ വീട്ടിലാണ് മറിഞ്ഞിരിക്കുന്നത്. എന്താ പറയുന്നേ? നിങ്ങളുടെ മുത്തച്ഛൻ അലമാരിക്കകത്ത് ഒരുപാട് സ്വർണങ്ങൾ പൂട്ടി വെച്ചിരിക്കുന്നു. പക്ഷെ നിങ്ങളുടെ മുത്തശ്ശി അത് ആരെയും തൊടാൻ സമ്മതിക്കുന്നില്ല. എടാ, പിന്നെ എന്തിനാ മുത്തശ്ശിയോട് ചോദിക്കാതെ? അവർ അത്ര എളുപ്പത്തിൽ നമുക്ക് തരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നമ്മൾ അത് ചെലവാക്കി കളയുമെന്ന് അവർ പേടിക്കുന്നു. മോഹൻ ചിന്തിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം രാവിലെ വളരെ ദേഷ്യത്തോടെ മോഹൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. മുത്തശ്ശി, എനിക്ക് അലമാരിന്റെ താക്കോൽത്താ. എന്തിനാ? അതില് മുത്തശ്ശന്റെ ഖജാന ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ കടം തീർക്കാൻ പോകുന്നു. പറ്റില്ല, നിനക്ക് വേണ്ടി ആ ബീറോ ഞാൻ തുറക്കില്ല. പിന്നെ ഞാൻ എപ്പോഴും പാവപ്പെട്ടവനായിട്ട് ഇരിക്കണമോ? അങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാൽ നിനക്കായി നീ ഖജാനയിൽ ചേർത്ത് വെക്കും. അടുത്തവരുടെ കാശ് എന്തിനാണ് നിനക്ക്? നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഒരു ആലോചനയില്ല. നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്നെ നോക്കുന്നത്. മോഹൻ ദേഷ്യത്തോടെ അവിടെ നിന്നും പോയി. മുത്തശ്ശി അവനെ നോക്കിക്കൊണ്ടേ നിന്നു. പക്ഷെ അവർ ഒന്നും മിണ്ടിയില്ല. സമയം ഉച്ചയാണ്. ജമീന്ദാർ ബൽദേവ് സിംഗ് തന്റെ 2 ജോലിക്കാരോടൊപ്പം മോഹന്റെ വീട്ടിലേക്ക് വന്നു. അംബാദേവി, മോഹൻ വീട് പണയം വെച്ചിട്ടുണ്ട്. ഇനി എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. എന്ത് വീട് പണയത്തിലാണെന്നോ? ഇത് തീർച്ചയായും നുണയാണ്. നീ കടം തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ മോഹനെ കണ്ടോളും. മുത്തശ്ശി വളരെ പേടിച്ച് മോഹനെ വിളിച്ചു. മോഹൻ, നീ എന്താണ് മോനെ ചെയ്തു വച്ചിരിക്കുന്നത്? മുത്തശ്ശി, ഈ വീടിനെ കാപ്പാറ്റാൻ ഒറ്റ ഒരു വഴിയേ ഉള്ളൂ. ആ അലമാരിന്റെ താക്കോൽത്താ. മുത്തശ്ശി ദീർഘശ്വാസം വലിച്ചു. എന്നിട്ട് ബീറോ തുറക്കാനായി മുറിയിലേക്ക് ചെന്നു. മുത്തശ്ശി ബീറോ തുറന്നു. മോഹനും ചംകിയും അത് സൂക്ഷിച്ചു നോക്കി. അതിൽ പഴയ പേപ്പേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെന്താ കളിയാണ്? ഇതിൽ വെറും പേപ്പേഴ്സ് ആണ് ഉള്ളത്. ഇതാണ് നിന്റെ മുത്തച്ഛന്റെ ഖജാന. മോഹൻ ദേഷ്യത്തോടെ ആ പേപ്പർ മറിച്ചു നോക്കി. അതിലെ ഒരു പേപ്പർ അവൻ ശ്രദ്ധിച്ചു. വർത്ത സമൂസ റെസിപ്പി. എന്താ ഇത്? നീ കഷ്ടപ്പെട്ട് അധ്വാനിക്കുകയാണെങ്കിൽ ഈ ഖജാനയെക്കാളും കൂടുതൽ സമ്പാദിക്കാനാകും. മോഹൻ ആഴ്ന്നു ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ ഇതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മാറ്റത്തിന് കാരണമായത്. മോഹൻ ദേഷ്യത്തോടെ ചെന്ന് കട്ടിലിൽ ഇരുന്നു. ആ റെസിപ്പി പേപ്പർ അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു. ചംകി അടുത്തായിരുന്നു, പക്ഷെ അവൾ വിഷമത്തോടെയായിരുന്നു. ഇത് എന്താ കളിയാണ്? ഞാൻ അലമാരിയിൽ സ്വർണവും വയറും ഉണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിൽ വെറും സമോസയുടെ റെസിപ്പി മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ എന്തു ചെയ്യാൻ പോവുകയാണ്? പിന്നെ എന്താ ചെയ്യും? വിശപ്പിൽ മരിക്കുന്നത് കാട്ടും ഒരു വഴിയും ഇല്ല. ഒരു വട്ടം ശ്രമിച്ചു നോക്കുവന്നേ. ഒരുപക്ഷെ ഇത് സക്സസ് ആയാലോ? മോഹൻ റെസിപ്പി പേപ്പർ വലിച്ചെറിഞ്ഞു.
ചംകി അത് എടുത്തുകൊണ്ട് അവിടെ നിന്നും പോയി. രാത്രി മുഴുവൻ മോഹൻ സമാധാനമില്ലാതെ കിടക്കുകയായിരുന്നു. മോഹൻ വെറുതെ ഇരിക്കുകയായിരുന്നു. അവിടെ ഒരു കസ്റ്റമറും വന്നില്ല. അദ്ദേഹം വിശപ്പ് താങ്ങാനാവാതെ ആ റെസിപ്പി എടുത്ത് വായിക്കാൻ തുടങ്ങി. എന്റെ മുത്തശ്ശി പറഞ്ഞതുപോലെ ഇത് ഖജാനയെക്കാളും കുറവില്ലായിരുന്നാൽ ഒരു പ്രാവശ്യം നമ്മൾ ഇത് ശ്രമിച്ചു നോക്കാം. അദ്ദേഹം എണീറ്റ് ഹോട്ടലിനകത്തേക്ക് ചെന്നു. എന്നിട്ട് കത്തിരിക്ക ഭർത്ത ചെയ്തു. ചംകി അത് ശാന്തമായി നോക്കിക്കൊണ്ട് നിന്നു. നിങ്ങൾ ശരിക്കും ചെയ്യുകയാണോ? ആ, പക്ഷേ ഇതിനെപ്പറ്റി എവരിനോടും പറയരുത്. കാരണം മോശമായിട്ട് ചെയ്താൽ എല്ലാവരും ചിരിക്കും. മോഹൻ സമൂസ ചെയ്തു. പക്ഷെ അതിന്റെ രുചി അത്ര നന്നായിരുന്നില്ല. മോഹൻ വളരെ ദേഷ്യത്തോടെ മുത്തശ്ശിയെ കാണാൻ ചെന്നു. മുത്തശ്ശി, നിങ്ങൾ എന്താ പറഞ്ഞു? ഈ റെസിപ്പി ഖജാനയെക്കാട്ടും കുറവില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ചെയ്ത സമോസ അത്രയും നന്നായിട്ടൊന്നല്ല. വളരെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നവർക്ക് മാത്രമേ ഖജാന കിട്ടുള്ളൂ. റെസിപ്പി വായിക്കുന്നത് കൊണ്ട് മാത്രം അത് രുചിയുള്ളതാവില്ല. മുത്തശ്ശി എണീറ്റ് കിച്ചണിലേക്ക് ചെന്നു. എന്നിട്ട് മസാല ശരിയായി റെഡിയാക്കി മോഹന് കാണിച്ചു കൊടുത്തു. വെറുതെ മാവ് വിരവി ചെയ്യുന്നത് കൊണ്ട് മാത്രം സമൂസയാകില്ല. ഇത് രുചിയുടെയും കഠിന അധ്വാനത്തിന്റെയും അടയാളമാണ്. എന്ന് വെച്ചാൽ ഞാൻ വീണ്ടും ചെയ്യണോ? തീർച്ചയായും, പക്ഷെ ഇത്തവണ ആത്മാർത്ഥമായി അത് ചെയ്യേ. മോഹൻ വീണ്ടും ആ സമൂസ ചെയ്തു. പക്ഷെ ഇത്തവണ രുചി വളരെ നന്നായിരുന്നു. മോഹൻ ആദ്യമായി തന്റെ കസ്റ്റമേഴ്സിന് തന്റെ പുതിയ സമൂസ വിളമ്പി. ചേടാ, ഈ സമോസ അടിപൊളിയായിട്ടുണ്ട്. ഇതിലെ ഉരുളക്കിഴങ്ങ് ഇല്ലേ? ഇങ്ങനെ ഒരു സമോസ ഞാൻ എപ്പോഴും കഴിച്ചിട്ടേ ഇല്ല. പതുക്കെ പതുക്കെ ഗ്രാമത്തിൽ വാർത്താ സംശയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. മോഹൻ കട്ടിലിരുന്നു കൊണ്ട് എന്തോ ചിന്തിക്കുകയായിരുന്നു. മുത്തശ്ശി അവിടേക്ക് വന്നു. ഇപ്പോഴെങ്കിലും മനസ്സിലായോ യഥാർത്ഥ ഖജാന എന്ന് വെച്ചാൽ എന്താണെന്ന്? അതെ മുത്തശ്ശി, അധ്വാനത്തിനേക്കാളും വലിയ ഖജാന ഇല്ല. ഇപ്പോൾ ഞാൻ ശരിക്കും എന്റെ തെറ്റിനെ ശരിയാക്കും. മുത്തശ്ശി വളരെ സന്തോഷത്തോടെ മോഹനെ നോക്കി. മോഹൻ ഇപ്പോൾ ആത്മാർത്ഥതയോടുകൂടി വീണ്ടും തന്റെ ഹോട്ടൽ നടത്തണമെന്ന് തീരുമാനിച്ചു. കുറച്ചു ദിവസങ്ങളിൽ ആ ഹോട്ടൽ മുൻപത്തെക്കാളും വളരെ നന്നായി. പഴയ മരച്ചെയറും ടേബിളും ഇരുന്ന സ്ഥലത്ത് പുതിയ ടേബിളും ചെയറും വന്നു. മോഹൻ കൗണ്ടറിൽ നിൽക്കുകയായിരുന്നു. ചംകി ഓർഡർ എടുത്തുകൊണ്ടിരുന്നു. ചേടാ മോഹൻ, ഈ ഭർത്ത സമോസ അടിപൊളിയായിട്ടുണ്ട്. ആൾക്കാർ ഇതിനെ കഴിക്കാനായിട്ട് വളരെ ദൂരെ നിന്നും വരുന്നു. ചേട്ടാ, ഇപ്പോൾ നിങ്ങളുടെ സമോസ നമ്മുടെ മൊത്ത ഏരിയയിലും ഫേമസ് ആയി. ആ സമയത്താണ് ഗ്രാമത്തിലെ ജമീന്ദാർ ബൽദേവ് സിംഗ് അവിടേക്ക് വന്നത്. അദ്ദേഹത്തെ കണ്ടിട്ട് ശാന്തരായി. എന്താ മോഹൻ, ഇപ്പോഴൊക്കെ നിന്റെ ഡാബ വളരെ ഫേമസ് ആയിട്ടുണ്ടല്ലോ. അതേ മുതലാളി, എല്ലാം അധ്വാനം കൊണ്ട് തന്നെയാണ്. ശരി, എനിക്കും ഒരു സമോസ കൊണ്ടുവാ. മോഹൻ തന്റെ കൈകൊണ്ട് രുചിയുള്ള സമൂസ ഉണ്ടാക്കി. എന്നിട്ടത് ജമീന്ദാറിന് വിളമ്പിക്കൊടുത്തു. ബൽദേവ് സിംഗ് ആദ്യത്തെ ഭാഗം കഴിച്ചിട്ട് വളരെ ആശ്ചര്യപ്പെട്ടു. ഓ, ഇങ്ങനെ ഒരു സമോസ ഞാൻ ഇതിനു മുൻപ് എപ്പോഴും കഴിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ കടം തീർച്ചയായും തിരിച്ചു തരും. എല്ലാ മാസവും ഞാൻ നിങ്ങൾക്ക് പണം തരും. ചേടാ, ഇപ്പോഴെന്തിനാ അതിനെ പറ്റി? നിന്റെ സമോസ ഇത്രയും ഫേമസ് ആയിട്ടുണ്ടല്ലോ, അപ്പോൾ കാശ് താനായിട്ട് വന്നു ചേരും. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ കൈതട്ടി. പിന്നെ ആ ഹോട്ടൽ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. മോഹൻ തന്നെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. മുത്തശ്ശി, നിങ്ങൾ ശരിയാണ് പറഞ്ഞത്. ശരിക്കുമുള്ള ഖജാന അധ്വാനവും നേർമയും തന്നെയാണ്. നിങ്ങൾ പറഞ്ഞതാണ് ഇപ്പോഴെന്റെ വിജയത്തിന് കാരണമായി. അംബാദേവി വളരെ സന്തോഷത്തോടെ, ഇന്ന് നിന്നെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു മോനെ. ചംകിയും അടുത്തേക്ക് വന്നു. ഇപ്പോൾ നമ്മൾ സിറ്റിയിൽ ഒരു ഹോട്ടൽ ഓപ്പൺ ചെയ്യണം അമ്മേ. എല്ലാരും സന്തോഷം കൊണ്ട് ചിരിച്ചു. ഗ്രാമത്തിലെ ജനങ്ങൾ മൊത്തം കൂടി നിന്നു. മോഹൻ തന്റെ ഹോട്ടലിന് പുറത്തു നിൽക്കുകയായിരുന്നു. അവിടെ ഒരു വലിയ ബോർഡ് തൂക്കിയിട്ടിരുന്നു. അതിൽ എന്തെഴുതിയിരുന്നാൽ വർത്ത സമൂസ ഹോട്ടൽ. മോഹൻ വിജയിക്കട്ടെ, ഭർത്ത സമോസ വിജയിക്കട്ടെ. മോഹൻ വളരെ സന്തോഷത്തോടെ തന്റെ ഹോട്ടൽ നോക്കി. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ പ്രകാശമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം അദ്ദേഹത്തെ ഒരു വലിയ മനുഷ്യനാക്കി മാറ്റി. ഇൻസ്റ്റാപൂർ എന്ന് പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ ജോളി എന്ന് പേരുള്ള ഒരാള് തന്റെ അച്ഛനമ്മമാരോടൊപ്പം ജീവിച്ചു വന്നു. ജോളിയോടൊപ്പം അയാളുടെ 2 കൂട്ടുകാരന്മാരുണ്ടായിരുന്നു, സമ്രാട്ട് പിന്നെ ജിഗ്നേഷ്. ഒരു ദിവസം ഇതുപോലെ അവർ പുറത്തു വെച്ച് കണ്ടുമുട്ടി. ജിഗ്നേഷ് പിന്നെ ജോളി, നിങ്ങൾക്ക് അറിയാമോ, എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. അതും സിറ്റിയിലുള്ള ഒരു വലിയ കമ്പനിയിലാണ്. ഇപ്പൊ ഞാൻ കുറെ പണം ഉണ്ടാക്കാൻ പോവുകയാണ്. എന്താ നീ സംസാരിച്ചോണ്ടിരിക്കുന്നത്? എനിക്കും സിറ്റിയിലുള്ള ഒരു വലിയ കമ്പനിയിൽ ജോലി കിട്ടിയിട്ടുണ്ട്. ശരി, നീ പറയൂ ജോളി, നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഞങ്ങൾ രണ്ടുപേർക്കും അറിയാലോ, ഞാൻ പകുതിയിൽ തന്നെ എന്റെ പഠിപ്പൊക്കെ നിർത്തിയതാണ്.
പക്ഷേ ഇതുവരെ എനിക്കൊരു നല്ല ജോലി കിട്ടിയിട്ടേ ഇല്ല. ഒരു പ്രശ്നമില്ല ജോളി, എല്ലാവർക്കും കൊണ്ടും കഴുകു പോലെ പറക്കാൻ പറ്റില്ല. ചില ആൾക്കാരൊക്കെ കോഴി പോലെ ഉണ്ടാവുമല്ലോ, അതും പക്ഷിയാണ്. പക്ഷി അത് തറയുടെ മേലെ പറക്കാനേ പറ്റില്ല. ജിഗ്നേഷ്, നീ ഇങ്ങനെ പാവപ്പെട്ട ആൾക്കാരുടെ അടുത്ത് ഇക്കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. അവന്റെ അമ്മ ഗ്രാമത്തിൽ ചായ വെക്കുന്ന ആളാണ്, അവനും അതേ ജോലി തന്നെ നോക്കാൻ പോവാണ്. ജോളി, അവൻ പറഞ്ഞ കാര്യം നീ സീരിയസ് ആയിട്ട് എടുക്കണ്ട. അവർ രണ്ടുപേരും സംസാരിച്ചത് കേട്ടിട്ട് ജോളിക്ക് അല്പം ദേഷ്യം വന്നു. അവൻ അവിടെ നിന്നും പോയി. പിന്നെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നതും അവന്റെ അമ്മ പറഞ്ഞു, സമ്രാട്ട് പിന്നെ ജിഗ്നേഷിന്റെ അമ്മ പറഞ്ഞു, അവർ രണ്ടുപേർക്കും പുതിയ ജോലി കിട്ടിയത്രേ. പിന്നെ നിനക്കെന്താ പറ്റിയത്? നീ എന്താ ഇത്ര വിഷമിച്ചിരിക്കുന്നേ? ഒന്നുമില്ല അമ്മേ, എന്റെ 2 ഫ്രണ്ട്സിനും കമ്പനിയിൽ നല്ല ജോലി കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെ ഒരു ജോലിയും കിട്ടിയിട്ടില്ലല്ലോ. എന്റെ മോനെ, നിനക്ക് ഞാനുണ്ടല്ലോ. അമ്മേ, നിങ്ങൾക്ക് ഒന്നും കുഴപ്പമില്ലല്ലോ? ഒന്നുമില്ല മോനെ, എനിക്ക് സുഖമാണ്. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഞാനുണ്ടല്ലോ. ഞാൻ വളരെ നന്നായിട്ട് ചായ വ്യാപാരം നോക്കുന്നു. ജോളിയുടെ അമ്മ ചുമച്ച് മയങ്ങി താഴേക്ക് വീണു. ജോളി ഗ്രാമത്തിലെ ഡോക്ടറെ വീട്ടിലേക്ക് വരുത്തി. അവർ ജോളിയുടെ അമ്മയെ ചികിത്സിച്ചു. ജോളി ഡോക്ടറിനോട് തന്റെ അമ്മയുടെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചു. എന്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു? നിന്റെ അമ്മയുടെ അവസ്ഥ വളരെ മോശമാണ്. ഇവരെ ഒരു ജോലിയും ചെയ്യാൻ അനുവദിക്കരുത്. ഈ പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയിരിക്കുന്ന ഗുളികകൾ ദിവസവും നിങ്ങളുടെ അമ്മയ്ക്ക് മുടങ്ങാതെ കൊടുക്കൂ. ഡോക്ടർ ആ സ്ഥലത്തു നിന്നും പോയി. അവർ പ്രിസ്ക്രിപ്ഷനിൽ എഴുതി കൊടുത്തിരുന്ന ഗുളികകളൊക്കെ നഗരത്തിൽ മാത്രം കിട്ടാവുന്ന ഗുളികകളാണ്. ഈ ഗുളികയൊക്കെ വല്ലാതെ കോസ്റ്റ്ലി ആണല്ലോ. പിന്നെ എന്റെ അടുത്ത് കാശും ഇല്ലല്ലോ. പക്ഷേ ഞാൻ എന്തെങ്കിലും ചെയ്തില്ലേ പറ്റുള്ളൂ. ജോളി തന്റെ അമ്മയുടെ ചായക്കടയുടെ അടുത്തേക്ക് ചെന്നു. പിന്നെ ചായ വ്യാപനം ചെയ്യാൻ തുടങ്ങി. ചായ ചായ നല്ല ചൂടുള്ള ചായ വാങ്ങിച്ചോളൂ. ജോളി ചായ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ജോളിയുടെ കൂട്ടുകാരൻ സമ്രാട്ടും പിന്നെ ജിഗ്നേഷും അവിടേക്ക് വന്നു. എന്നിട്ട് അവനോട് പറഞ്ഞു, എടാ എന്താ ഇത്, നീ ചായ വിൽക്കാനും തുടങ്ങിയോ? നിനക്ക് കുറച്ചും പോലും നാണമില്ലടാ. നീ ഇന്നും കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിനക്കൊരു ജോലിയെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. ജോളി ദേഷ്യത്തോടെ ജിഗ്നേഷിന് എന്ത് മറുപടി പറഞ്ഞെന്നാൽ, കഷ്ടപ്പെടണമെങ്കിൽ എന്ത് നീ പറയുന്നത്? ചായ വിൽക്കുന്നവരെന്താ കഷ്ടപ്പെടുന്നില്ലേ? എന്റെ അമ്മയ്ക്ക് സുഖമില്ല, എന്നാലും നിങ്ങൾ രണ്ടുപേരുടെ അടുത്ത് ഞാൻ കാശ് ചോദിക്കാൻ വന്നിരുന്നോ? വന്നിട്ടില്ലല്ലോ. എടാ എന്തിനാ നീ ചൂടാവുന്നത്? ഞങ്ങൾ നിന്റെ അടുത്ത് എന്താ പറയുന്ന വെച്ചാൽ ഞങ്ങൾ എപ്പോഴും നഗരത്തിലേക്ക് പോവുകയാണ്. ശരി ജോളി, ഞങ്ങൾ പോവുകയാണ്. നീ ഇവിടെ ചായ തന്നെ വിറ്റിക്കോ. രണ്ടുപേരും വീണ്ടും ഒരു വട്ടം ജോളിയെ കളിയാക്കിയിട്ട് അവിടെ നിന്നും പോയി. ജോളിക്ക് ആ ചായക്കടയിൽ ശരിക്കും വ്യാപാരം നടന്നില്ല. പിന്നെ അവന്റെ കയ്യിലും ഒട്ടും കാശില്ല. അവന്റെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനും പറ്റിയില്ല. ജോളി ഒരുപാട് വിഷമിച്ചിരുന്നു. അപ്പോൾ അവന്റെ കടയിലേക്ക് ഒരു വയസ്സായ ആൾ വന്നു. അദ്ദേഹം കഴുത്തിൽ സ്വർണ്ണ ചെയിനും കണ്ണിൽ കറുപ്പ് കണ്ണാടിയും ഇട്ടിരുന്നു. ചേടാ എന്താ മോനെ, എന്തിനാ എത്ര ശോകമായിട്ടുള്ളത്? ശരി, സന്തോഷമായിട്ട് നിക്ക്. ഈ ദിവസം എൻജോയ് ചെയ്യൂ, എല്ലാം അറിഞ്ഞോളൂ. പിന്നെ എനിക്കൊരു ചായ താ. പക്ഷെ എന്റെ അടുത്ത് കാശില്ലല്ലോ. ജോളി ആ വയസ്സായ ആളിന് ചായ നൽകി. ആ വയസ്സായ ആൾ ജോളിയോട് എന്തു പറഞ്ഞെന്നാൽ, ഇവിടെ നോക്കും മോനെ, എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ നിനക്ക് എന്തോ ഒരു പ്രശ്നം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിന്റെ മുഖത്തില് ഒരു വിഷമം എനിക്ക് കാണുന്നുണ്ട്. ശരി, ഇപ്പൊ മൊത്തമുള്ള പ്രശ്നം എന്താ എന്റെ അടുത്ത് പറയൂ. ഞാൻ നിനക്ക് സഹായം ചെയ്തോളാം. നിങ്ങൾ എനിക്ക് സഹായം ചെയ്യുമോ? തീർച്ചയായും. പക്ഷെ നീ കാര്യം എന്താ പറയണ്ടേ? ജോളി ആ വയസ്സായ ആളോട് നടന്നതെല്ലാം തന്നെ പറഞ്ഞു. ആ വയസ്സായ ആള് നടന്നതൊക്കെ കേട്ടിട്ട് എന്തു പറഞ്ഞെന്നാൽ, നീ ഒന്നും വിഷമിക്കേണ്ട, ഞാൻ നിന്നെ സഹായിച്ചോളാം. നിന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഞാൻ ഇപ്പൊ തന്നെ എന്റെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചോളാം. ആ വയസ്സായ ആൾ തന്റെ 2 കൈയും കുമ്പിട്ട് മന്ത്രങ്ങൾ പറഞ്ഞു. അസ്തല പിസ്തല, എന്റെ ഫ്രണ്ട്സ് എവിടെ ഉണ്ടെങ്കിലും അവർ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വന്നേക്കണം. അസ്തല പിസ്തല. അപ്പോഴാണ് എവിടെ നിന്നോ പെട്ടെന്ന് ഒരു പശു അവിടേക്ക് വന്നത്. ജോളി ഇതൊക്കെ കണ്ടിട്ട് അതിശയിച്ചു പോയി. ആ വയസ്സായ ആൾ പശുവിനോട് എന്തു പറഞ്ഞെന്നാൽ, ഇനി മുതൽ നീ ജോളിന് കൂടെ തന്നെ ഉണ്ടാവണം. ഇനി അവനെ എപ്പോഴും നീ സഹായിച്ചോണ്ടിരിക്കണം, മനസ്സിലായോ? ശരി. എന്ത്, ഈ പശു എങ്ങനെ ഇങ്ങോട്ട് വന്നത്? പിന്നെ ഇത് എങ്ങനെ സംസാരിക്കുന്നത്? ഫ്രണ്ട്സ്, ഞാൻ ഇവിടുന്ന് പുറപ്പെടേണ്ട സമയം വന്നു. നീ ഈ പശുവിനുള്ള പാല് വെച്ചിട്ട് നിന്റെ ചായ ഉണ്ടായിക്കോളൂ. പിന്നെ ഈ പശുവിന്റെ പാല് നീ ഉണ്ടാക്കുന്ന ചായനെക്കാട്ടും വളരെ കൂടുതലാണ്. പിന്നെ നിന്റെ ഡ്രസ്സ് ഇടുന്ന ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയേക്കണം. കുറച്ച് പുതിയ സ്റ്റൈലിൽ നീ ഡ്രസ്സ് ഇട്ടേക്കേ. ശരി, ഇപ്പൊ ഞാൻ പുറപ്പെടുകയാണ്. ആ വയസ്സായ ആൾ അവിടെ നിന്നും പോയി.
ജോളി ആ പശുവിനെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അടുത്ത ദിവസം അതിന്റെ പാല് കറന്ന് തന്റെ കടയിലേക്ക് വന്ന് ചായ ഇടാൻ തുടങ്ങി. അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത്, ആ പാലല്ലായിരുന്നു, അത് റബഡിയാണ്. ജോളി തന്റെ സ്റ്റൈലും മാറ്റി. പിന്നെ കടയിൽ ജോളിയുടെ റബഡി ചായ എന്ന് പേരിട്ടു. റബഡി ചായ വാങ്ങിച്ചോളൂ, റബഡി ചായ. ഇതുപോലുള്ള ചായ നിങ്ങൾ എവിടെയും കുടിച്ചിട്ടേ ഉണ്ടാവില്ല. അപ്പോഴാണ് അതുവഴി വന്ന ഒരു സ്ത്രീ റബഡി ചായ എന്നത് കേട്ടത്. അതെന്താണ് റബഡി ചായ? എന്റെ ചേച്ചി, ഇത് ജോളിയുടെ റബഡി ചായയാണ്. ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് കുടിച്ചു നോക്കുന്നേ. ശരിയെന്നാ ഒരു റബഡി ചായ തരൂ, അത് എങ്ങനെയുണ്ടെന്ന് കുടിച്ചു നോക്കട്ടെ. ജോളി ചായ ഇട്ട അമ്മയുടെ കയ്യിൽ നൽകി. അവരാ റബഡി ചായ കുടിച്ചിട്ട് എന്തു പറഞ്ഞെന്നാൽ, അല്ല, ഇതിനു മുൻപ് ഇത്രയും രുചികരമായ ചായ ഞാൻ കുടിച്ചിട്ടേ ഇല്ല. ഈ ചായ വളരെ നന്നായിരിക്കുന്നു. ജോളിക്കുട്ട, വീണ്ടും ഒരു റബഡി ചായ താ. ഇപ്പൊ തന്നേക്കാം. പതുക്കെ പതുക്കെ ജോളിയുടെ റബഡി ചായ ആ ഗ്രാമം മൊത്തം പ്രസിദ്ധമായി. ജോളി തന്റെ അമ്മയുടെ ചികിത്സയും നടത്തി. ജോളി ആ ഗ്രാമത്തിൽ എല്ലാരെക്കാളും വലിയ പണക്കാരനായി. അതും വെറും ചായ കച്ചവടം ചെയ്ത്. പിന്നെ മറ്റൊരു വശത്ത് അവന്റെ കൂട്ടുകാർ സമ്രാട്ട്, പിന്നെ ജിഗ്നേഷ്. ഏത് കമ്പനിയിലാണോ അവർ ജോലി ചെയ്തത്, ആ കമ്പനി മൂടിപ്പോയി. അതുകൊണ്ട് അവർ രണ്ടുപേർക്കും അവരുടെ ജോലി നഷ്ടപ്പെട്ടു. പിന്നെ അവർ രണ്ടുപേരും തിരികെ അവരുടെ ഗ്രാമത്തിലേക്ക് തന്നെ വന്നു. ഗ്രാമത്തിലേക്ക് വന്നതും തന്നെ അവർ രണ്ടുപേരും മാറി മാറി പറഞ്ഞു, ചേടാ, എനിക്ക് വലിയ പ്രശ്നം തന്നെ ആയടാ. ഇപ്പൊ നമുക്ക് ആരടാ ജോലി തരിക? എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ജോലി കിട്ടിയത്. എല്ലാ കഷ്ടം ഇങ്ങനെ വീണായിട്ട് പോയല്ലോ. ശരി വാ, പാവം, നമുക്ക് ആ ജോളിന്റെ അടുത്ത് പോയി ചായ കുടിച്ചേക്കാം. നമുക്ക് അവന്റെ സ്ഥിതി കണ്ടാൽ നമുക്ക് കുറച്ച് സമാധാനങ്ങളുണ്ടാവും. സമ്രാട്ടും ജിഗ്നേഷും രണ്ടുപേരും ജോളിയുടെ കടയിലേക്ക് ചായ കുടിക്കാനായി ചെന്നു. അവിടെ ചെന്ന് അവർ നോക്കിയപ്പോൾ ജോലിയുടെ കട വളരെ വലുതായിരുന്നു. രണ്ടുപേരും സ്തംഭിച്ചു പോയി നിന്നു. പിന്നെ ജോളിയോട് ചെന്ന് അവർ എന്തു പറഞ്ഞെന്നാൽ, എടാ ജോളി, നിന്റെ ചായ കടന്ത ഇത്രയും വലുതായിട്ടുണ്ടല്ലോ. സത്യം പറ, നിനക്ക് ഇത്രയും കാശ് എവിടുന്നാണ് വന്നിരിക്കുന്നത്? എന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? നിങ്ങൾ എന്താണ് വിചാരിച്ചത്, ഒരു ചായ കടക്കാരൻ ചായ വിറ്റിട്ട് പണക്കാരനാവാൻ പറ്റില്ലേ? ഇതെല്ലാ കാര്യവും ഞാൻ ചായ വിറ്റിട്ടാണ് ഉണ്ടാക്കിയത്. സമ്രാട്ടിന്റെയും ജിഗ്നേഷിന്റെയും മനസ്സിൽ ജോളിയുടെ ഈ അവസ്ഥ കണ്ടിട്ട് അസൂയ തോന്നാൻ തുടങ്ങി. ജോളി അവർക്ക് റബഡി ചായ ഇട്ട് കൊടുത്തു. രണ്ടുപേരും റബഡി ചായ കുടിച്ചു. അത് കുടിച്ചതും സമ്രാട്ട് ജോളിയോട് പറഞ്ഞു, ജോളി, ഞാൻ ഈ റബഡി ചായ കുടിച്ചിട്ടേ ഇല്ല. പിന്നെ ഒരു മുഴു വിശ്വാസത്തോടെ ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം പറയാം. പിന്നെ ഇതിനെക്കാട്ടും ഒരു നല്ല ചായ ലോകത്തിലെ വേറെ എവിടെയും ഞാൻ കുടിച്ചിട്ടില്ല. ഓ, ഇത് കുടിച്ചതിന് ശേഷം മനസ്സിന് വളരെ നിമ്മതിയായിട്ടുണ്ട്. ജോളി, ഞങ്ങൾ നിന്റെ പഴയ ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ പറയടാ, നീ എങ്ങനെയാണ് ഈ റബഡി ചായ ഉണ്ടാക്കുന്നത്? ജോളി അവർ രണ്ടുപേരോടും ആ മാന്ത്രിക പശുവിനെ കുറിച്ച് പറഞ്ഞു. സമ്രാട്ടും ജിഗ്നേഷും ആ റബഡി ചായ കുടിച്ചിട്ട് അവിടെ നിന്നും പോയി. പിന്നെ വഴിയരികിൽ നിന്ന് രണ്ടുപേരും മാറി മാറി എന്തു പറഞ്ഞെന്നാൽ, ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കൂ സമ്രാട്ട്. ഇതിന് ശേഷം നമുക്ക് ജോലി കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമേ ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അവന്റെ അടുത്ത് എന്തോ ഒരു മായ പശു ഉണ്ടെന്ന് പറഞ്ഞ നീ കേട്ടതല്ലേ? അത് നമ്മൾ വേഗം തന്നെ പോയിട്ട് അന്ന് കട്ടുകൊണ്ടുപോകണം. ഇതൊക്കെ നീ ചോദിക്കേണ്ട കാര്യമാണോ? എന്റെ മനസ്സിൽ ഇതേ കാര്യം തന്നെ ഓടിക്കൊണ്ടിരുന്നത്. എന്നെ കൊണ്ട് എപ്പോഴും ഈ കാര്യം ജീർണിക്കാനേ പറ്റുന്നില്ല. അതായത് 10 ഫെയിലായവൻ നമ്മളെ കാട്ടും മുന്നോട്ട് പോകുന്നുണ്ടെന്നോ? ഇന്ന് രാത്രി തന്നെ അവൻ കെട്ടിവെച്ചിരിക്കുന്ന അവന്റെ പശുവിന്റെ അടുത്ത് പോയിട്ട് അവന്റെ പശു നമുക്ക് മോഷ്ടിച്ചു കൊണ്ടുപോവാം. രണ്ടുപേരും ആ പശുവിനെ മോഷ്ടിക്കണമെന്നുള്ള ഗൂഢാലോചന മെനഞ്ഞു. രാത്രിയായി. സമ്രാട്ടും ജിഗ്നേഷും രണ്ടുപേരും ജോളിയുടെ പശുത്തൊഴുത്തിലേക്ക് ചെന്നു. അവിടെ ആ മാന്ത്രിക പശു ഉറങ്ങുകയായിരുന്നു. നോക്ക്, ആ പശു എവിടെയാണ് ഉള്ളത്? അതാണ് ഇങ്ങനെ റബഡി പോലെ പാല് കൊടുക്കുന്നത്. ജിഗ്നേഷ് മുൻപോട്ട് ചെന്നു. പിന്നെ കെട്ടിയിട്ടിരുന്ന ആ പശുവിന്റെ കയറഴിച്ച് ആ പശുവിനെ വലിച്ചു കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പോഴാണ് അത് ഉറക്കത്തിൽ നിന്നും എണീറ്റത്. അവർ രണ്ടുപേരെയും നോക്കി എന്തു പറഞ്ഞെന്നാൽ, എത്ര ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എന്നെ വന്ന് മോഷ്ടിക്കും. രണ്ടുപേരും ഞെട്ടിപ്പോയി. നീ നിന്നെ കൊണ്ട് സംസാരിക്കാൻ പറ്റുമോ? ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? ആകാശത്താണ് കാറ്റാടി പറക്കുന്നത്. പക്ഷെ കയറ് താഴെയുള്ള മനുഷ്യന്റെ കയ്യിലാണ് ഉള്ളത്. മനുഷ്യന്റെ കയ്യിൽ നിന്നും ആ കയറ് വിട്ടുപോയാൽ ആ കാറ്റാടി കയറ് പൊട്ടി ആകാശത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റാൻ തുടങ്ങും. പിന്നെ അത് താഴേക്ക് വീഴും. നിങ്ങൾ ആ പൊട്ടിയ കാറ്റാടിയെ പോലെയാണ്. പിന്നെ ജോളി ആ കയറ് വെച്ചിരിക്കുന്ന ആള് പോലെയാണ്. ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ രണ്ടുപേരും ജോലി വിട്ട് പുറത്താക്കിയതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും നിന്നെ മോഷ്ടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ നിന്നെ മോഷ്ടിച്ചിട്ട് ഞങ്ങളുടെ റബഡി ചായ കട തുടങ്ങാന്ന് വിചാരിച്ചു. ഞങ്ങളോട് ക്ഷമിക്കണം. അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പുറകിൽ നിന്നും ജോളി വന്നു. പിന്നെ അവരോട് അവൻ പറഞ്ഞു,
നിങ്ങൾ സംസാരിക്കുന്നതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളെ ജോലി വിട്ടിട്ട് അവർ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ കാര്യം എന്റെ അടുത്ത് പറയാത്തത്? ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കൂ. എന്തായാലും ഫ്രണ്ട്സ് എത്ര വലിയ മനുഷ്യന്മാരായിട്ട് മാറിയാലും ഫ്രണ്ട്സ് ആയിട്ടേ കാണുള്ളൂ. മനസ്സിലായോ സാമ്രാട്ട് ജിഗ്നേഷ്? ഞങ്ങളോട് ക്ഷമിക്കണം ജോളി. ഞങ്ങൾ നിന്നെ വളരെ ചെറുതായിട്ടാ വിചാരിച്ചത്. ഞങ്ങളൊന്ന് സഹായിക്കൂ ജോളി. ഞങ്ങളടുത്താണെങ്കിൽ ഒരു ജോലിയും ഇല്ല. ഇത്രയേ ഉള്ളൂ കാര്യം. ശരി, വരൂ. നാളെ രാവിലെ തൊട്ട് എന്റെ കടയിൽ തന്നെ വന്നേക്ക്. ജോളി സമ്രാട്ടിനെയും ജിഗ്നേഷിനെയും തന്റെ കടയിൽ ജോലിക്ക് നിർത്തി. അവർ രണ്ടുപേർക്കും അവർ ജോലി ചെയ്ത കമ്പനിയിൽ കൊടുത്ത ശമ്പളത്തിനേക്കാളും അധികം നൽകി.